പുളിയാവ് നാഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിർമ്മിത ബുദ്ധി പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു. കാലിക്കറ്റ് സർവകലാശാല കൊമേഴ്സ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡോക്ടർ പ്രശാന്ത് ശില്പശാല നയിച്ചു. പുതിയ കാലത്തെ പഠന ഗവേഷണ സാധ്യതകളും മറ്റും ശില്പശാലയിൽ ചർച്ച ചെയ്തു. നിർമ്മിത ബുദ്ധിയുടെ അനന്തമായ സാധ്യതകളെ പഠന ഗവേഷണ പ്രക്രിയയിൽ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് വിശദീകരിച്ചു. എല്ലാത്തിന്റെ കൂടി ഒരു ചാറ്റ് ഉണ്ടാവും. ഇത് A2ന്റെ കോമൺ അല്ലെ തുടങ്ങിയ ഫസ്റ്റ് 2022 ചാറ്റ് GPT-യിലാണ് തുടങ്ങിയത് ചാറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ അക്കാദമിക മേഖലയിൽ നമ്മൾ എന്താണ് ആർട്ടിക്കിളിനോടും ബുക്കിനോടും ഒക്കെ ചാറ്റ് ചെയ്തിട്ട് അതിലുള്ള കണ്ടന്റ്സ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും സാധാരണ ഈ A2ന്റെ ക്ലാസ്സിലൊക്കെ സാധാരണ ഒരു സെക്ഷൻ വെക്കാറുണ്ട്, ഹൗ ടു യൂസ് AI എത്തിക്കലി അല്ലെ, എത്തിക്സ്, ഹൗ ടു യൂസ് AI എത്തിക്കലി. നമുക്ക് ഈ AI ഇട്ടിട്ട് ആ പ്രൊഡക്റ്റിനെ അതേമാതിരി എടുക്കുമ്പോഴാണ് ടീച്ചർ വരുന്നത് അല്ലെ. നമ്മുടെ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സാധനം വായിക്കണോ വായിക്കണ്ടേന്ന് തീരുമാനിക്കാൻ AI ടൂൾസ് ഉപയോഗിക്കാം. PDF ഇങ്ങനത്തെ സമറൈസർ പോലില്ല, അല്ലാതെ വായന ഒരിക്കലും അത് കവച്ചു വെക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ സബ്ജക്റ്റില് അല്ലെ ഡെസർട്ടേഷനില് റിസർച്ചില് അല്ലെ കുട്ടികളെ ഉപയോഗിക്കുന്ന ഇതില് അത് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ മാത്രം, അല്ലെ വായനയുടെ മുമ്പേ ചെറിയൊരു സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ മാത്രം AI ഉപയോഗിക്കും. ചടങ്ങ് നാഷണൽ കോളേജ് ചെയർമാൻ വയലോളി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ സഹജമായ പോരായ്മകളും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ പരിഷ്കരിച്ച് വരുമ്പോൾ നമ്മുടെ ക്ലാസ് റൂമുകളിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ വളർന്നു. അത് ആവശ്യമായ കാര്യങ്ങൾക്ക് ശുദ്ധതയോടുകൂടി ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ കുട്ടികളെ പഠിക്കുന്നത്. അത് വലിയൊരു ദൗത്യമാണ്. നമ്മുടെ മക്കൾക്ക് ഇതുകൊണ്ട് ഒരു പഠന നിലവാരം മെച്ചപ്പെടുത്താനും ആധുനികതയുമായി ഇഴകിച്ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു പരിവർത്തിത മനോഭാവം അവരിൽ വളർത്തിയെടുക്കുക കൂടി ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പ്രൊഫസർ സാർ, പ്രിൻസിപ്പൽ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പോൾ മറ്റ് കോളേജുകളിൽ നിന്ന് നടത്തുന്നതായിട്ട് എനിക്കും അറിയും. നമുക്ക് ഒത്ര ഭേദം കിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് ഈ വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ 1-ാം തീയതി പുതിയ പഠന പാഠ്യപദ്ധതികളുമായി പുതിയ രൂപത്തിൽ ഭാവത്തിൽ കുട്ടികളെ വരവേറ്റുകൊണ്ട് നല്ലൊരു സുപ്രഭാതം ആ ദിവസം നമുക്കുണ്ടാകും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ പുതിയ കാലത്ത് ഈ ഒരു AI ടെക്നോളജിയിൽ എനിക്ക് തോന്നുന്നത് നമ്മളെക്കാൾ സമർത്ഥരാണ് വിയോജിക്കും. പല രീതിയിലും അവരതിനെ ഫലപ്രദമായി അല്ലെങ്കിൽ മറ്റു രീതിയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നമ്മളൊക്കെ അധ്യാപകർ പിന്നോട്ട് നിൽക്കുന്നതാണ് നമ്മൾ സംശയിക്കുന്നത് തോന്നിയത്. എൻ്റെ വ്യക്തിപരമായ കാര്യമായിരിക്കും. എങ്കിൽ പോലും പുതിയ കാലത്തിൽ വരുന്ന മാറ്റങ്ങൾ അധ്യാപന രംഗത്ത് ലേണിംഗ് പ്രോസസ്സിലും റിസർച്ചിലൊക്കെ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അത് ഉൾക്കൊണ്ട് അതിന് ചേർന്ന് പോകുന്നില്ല എങ്കിൽ ഒരു അധ്യാപക സമൂഹം ഒരു പരാജയപ്പെടുന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. AI ആദ്യം നമ്മുടെ 2 വർഷം മുമ്പേ വരെ ഇതൊക്കെ വരുമ്പോൾ ഒരു വെല്ലുവിളി, അധ്യാപകനെ റീപ്ലേസ് ചെയ്യപ്പെടും, അധ്യാപകന് ആവശ്യമില്ല, ഇനിയൊരു മെഷീൻ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സംവിധാനം കടന്നു വന്ന് അധ്യാപനമൊക്കെ നടത്തിക്കൊള്ളുന്നൊരു ആശങ്കയൊക്കെയാണ് അധ്യാപക സംഘടനകൾ പോലും. കേരളത്തിലെ മുഖ്യധാര സംഘടനകൾ പോലും എനിക്ക് ഓർമ്മയില്ല സമരത്തിന്റെ വക്കിലൊക്കെ ചെയ്തിട്ടുള്ളത്. AI അധ്യാപകനെ മാറ്റി നിർത്തുന്ന അധ്യാപകനില്ല, അല്ലെങ്കിൽ അധ്യാപകൻ സന്നിവേശിപ്പിക്കേണ്ട ധാർമ്മികതയും എത്തിക്സൊന്നും ഇല്ലാതെ എല്ലാം എന്ന് മെഷീനുകൾ എത്തിയിരിക്കുന്നതൊക്കെ ചർച്ച വന്നു. ഇത് നാം തിരിച്ചറിയുന്നു. നമ്മുടെ അധ്യാപകനെ മാറ്റുന്നതല്ല, മറിച്ച് അധ്യാപകനെ മാറ്റിമറിക്കുകയാണ് AI ടൂൾസ്. IQACയുടെ സഹകരണത്തോടെ നടത്തിയ ശില്പശാല കോളേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഇസ്മായിൽ പൊയിൽ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. നമ്മളൊക്കെ നേരത്തെ തന്നെ AI പറ്റി
വർഷ ആരംഭത്തിന് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നതിന് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി അഫ്ന ഹമീദ് സ്വാഗതവും സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ ശ്രീന നന്ദിയും പറഞ്ഞു.